എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 9 23 ശ്ലോകങ്ങൾ വരെ നമ്മൾ ഇന്നലെ കണ്ടു. ധ്രുവന്റെ തപസ് കണ്ട് പ്രസന്നനായ ഭഗവാൻ ഗരുഡാരൂഢനായി ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും ഭഗവാനെ കണ്ടപ്പോൾ പരിഭ്രമിച്ച് നിൽക്കുന്ന ധ്രുവനെ ശംഖു കൊണ്ട് ഭഗവാൻ തലോടിയതും ധ്രുവന്റെ ഉള്ളിലെ ജ്ഞാനം ഉണർത്തിയതും അതുപോലെ ഭഗവാനെ സ്തുതിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാതിരുന്ന ധ്രുവന്റെ ഉള്ളിൽ നാവുകളിലൂടെ ഭഗവാൻ തന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആ സ്തുതി പറയുന്നതും ആ ധ്രുവന്റെ സ്തുതിയും കേട്ട് പ്രസന്നനായ ഭഗവാൻ ധ്രുവന് അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെ രഞ്ജിനി ചോദിച്ച ചോദ്യമാണ്. അതായത് ധ്രുവൻ എന്താണ് ഭഗവാനോട് അനുഗ്രഹമായി ചോദിച്ചത് എന്ന്, അല്ലേ? അത് മനസ്സിലായില്ലായിരുന്നു. അത് സത്യമാണ്. കാരണം അവിടെ ധ്രുവൻ ഒന്നും ചോദിക്കുന്നില്ല അനുഗ്രഹമായിട്ട്. ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ഭഗവാൻ എന്താ പറഞ്ഞത്? ധ്രുവന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നിന്റെ ആഗ്രഹം അതത്ര എളുപ്പമല്ല കിട്ടുക എന്ന് പറഞ്ഞാൽ, എന്നാലും നിന്റെ ആ ദൃഢവ്രതത്തിൽ ഞാൻ പ്രസന്നനായിട്ട് നിനക്ക് ആ ആഗ്രഹം, നീ എന്ത് ആഗ്രഹിച്ചാലും നിനക്ക് ഞാനത്, നിന്റെ ആഗ്രഹം മുഴുവൻ പൂർത്തീകരിക്കപ്പെടും, അത് സാധിച്ചു തരും, അതിനുള്ള അനുഗ്രഹം തരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ ഉയർത്താൻ പോകുന്നത് ധ്രുവപദം എന്ന ഏറ്റവും ഉയർന്നൊരു പദത്തിലേക്കാണ്. ആ പദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റ് നക്ഷത്രങ്ങളും തേജോഗോളങ്ങളും താരങ്ങളും അതുപോലെ മഹർഷീശ്വരന്മാരൊക്കെ ഈ ധ്രുവപദമാകുന്ന കേന്ദ്രബിന്ദുവിനെ ചുറ്റിത്തിരിയുന്ന പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന സദാ. അപ്പോൾ അവരെക്കാൾ ഉയർന്ന ഒരു പദത്തിലേക്കാണ് ധ്രുവനെ ഉയർത്തിയത്. അതാണ് ധ്രുവലോകം, ധ്രുവപദം എന്ന് പറയുന്നത്. പക്ഷേ നേരിട്ട് ഇവിടെ നിന്ന് അങ്ങടല്ല പോവുക, നീ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലുക. അപ്പോൾ ഉത്താനപാദ മഹാരാജാവ് രാജ്യം, ഭരണം, രാജ്യം എന്ന് പറഞ്ഞാൽ അന്ന് ഭൂമി മൊത്തമാണ്, ആ ഭരണം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വാനപ്രസ്ഥത്തിന് പോകും. അപ്പോൾ ധാർമ്മികമായ രീതിയിൽ നീ രാജ്യം ഭരിക്കണം. അത് 36,000 വർഷം നീ രാജ്യം ഭരിക്കണം. അതിനുശേഷമാണ് നീ ധ്രുവപദത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അതുമാത്രമല്ല, നിന്നെ വേദനിപ്പിച്ച നിന്റെ ചിറ്റമ്മ സുരുചി, അവരുടെ മകൻ ഉത്തമൻ കാട്ടിലെ നായാട്ടിന് പോകുമ്പോൾ അവിടെ വെച്ച് കൊല്ലപ്പെടും. മകൻ കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് ദുഃഖത്തോടു കൂടി കാട്ടിലേക്ക് ഇറങ്ങിപ്പോയ സുരുചിയും കാട്ടുതീയിൽ വെന്ത് ഇല്ലാതാവുകയും ചെയ്യും. ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി, ധ്രുവന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ ബാക്കിയാണ് നമ്മൾ കേൾക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഇനി ഇതിൽ ഒരു എന്താ പറയുക, ഒരു വൈകാരികമായൊരു അവസ്ഥ വരുന്നുണ്ട് ധ്രുവന്. അത് നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ശ്ലോകം 24. ഇഷ്ട്വാ മാം യജ്ഞഹൃദയം യജ്ഞൈഃ പുഷ്കലദക്ഷിണൈഃ ഭുക്ത്വാ ച ഇഹ ആശിഷഃ സത്യ അന്തേ മാം സംസ്മരിഷ്യസി. ഇഷ്ട്വാ എന്ന് വെച്ചാൽ ആരാധിക്കുക. മാം എന്നെ, യജ്ഞഹൃദയം, യജ്ഞ തന്നെ ഹൃദയമായിട്ടുള്ള, അതായത് യജ്ഞങ്ങളുടെ ഹൃദയമായ എന്നെ ആരാധിച്ച്, പുഷ്കല ദക്ഷിണ എന്ന് വെച്ചാൽ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, യജ്ഞൈഹി നീ ധാരാളം യജ്ഞങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുമെന്ന്. അപ്പോൾ ഭഗവാൻ പറയാണ്, യജ്ഞം ഹൃദയമായിട്ടുള്ള, യജ്ഞസ്വരൂപനായിരിക്കുന്ന എന്നെ ആരാധിച്ചുകൊണ്ട് ധ്രുവൻ ഈ ഭൂമിയിൽ ഒരുപാട് മഹത്തായ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള യജ്ഞങ്ങൾ ഈ ഭൂമിയിൽ അനുഷ്ഠിക്കും. അതുമാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ ആശിഷ ഭുക്ത്വ, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നീ ഭുക്ത്വ, മതിയാവോളം നീ അനുഭവിക്കും. സത്യ, ആ ആഗ്രഹം, സത്യസന്ധമായ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അത് മതിയാവോളം നിൻ്റെ എല്ലാം പൂർത്തീകരിക്കപ്പെടും, ആസ്വദിക്കും.
എന്നിട്ട് അന്തേ അവസാന സമയത്ത് മരണസമയത്ത് മാം സംസ്മരിഷ്യസി എന്നെ നീ മനസ്സിൽ കാണുമെന്ന്. അതായത് നമ്മൾ മുന്നേ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, ഒരാൾ അവസാന സമയം എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. ഇത് തന്നെയാണ് പരീക്ഷിത്തും പറഞ്ഞത്. ആ അവസാനത്തെ 7 ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭാഗവതാണ് പറഞ്ഞു കൊടുത്തത് ശ്രീ ശുഖബ്രഹ്മർഷി. അപ്പോൾ ആ 7 ദിവസവും ഭഗവത് ചിന്തയിലിരിക്കുക അവസാന സമയം. അപ്പോൾ മുക്തിക്ക് യോഗ്യമാകുന്ന ഒരു ജന്മത്തിലേക്ക് കടന്നു പോകും. അതുപോലെ ഈ ധ്രുവൻ 36,000 സംവത്സരം രാജ്യം ഭരിച്ചിട്ട് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് അവസാന മരണസമയമാവുമ്പോൾ എന്നെ മനസ്സിൽ ഇങ്ങനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ ഉള്ള തോന്നൽ നിനക്ക് കറക്റ്റായിട്ട് വരും. ആ സമയത്ത് നിന്റെ മനസ്സിൽ ഞാൻ തന്നെ ഇരുന്ന് ചലിപ്പിച്ച് എന്നെ തന്നെ എന്നെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടാക്കിക്കും. തതഹ ശ്ലോകം 25 അതിൻ്റെ ബാക്കി. തതോ ഗന്ധാസി മത് സ്ഥാനം സർവലോക നമസ്കൃതം ഉപരിഷ്ടാത് ഋഷിഭ്യഃ യഥാ ത്വം യതഃ ന ആവർത്തതേ ഗതാ തതോ ഗന്ധാസി മത്സ്ഥാനം സർവലോക നമസ്കൃതം ഉപരിഷ്ടാത് ഋഷിഭ്യഃ ത്വം യതഃ ന ആവർത്തതേ ഗതാ. അപ്പോൾ അവസാന സമയം എന്നെ സ്മരിക്കും. തതഃ അനന്തരം ഗന്ധാസി നീ പോകും മത്സ്ഥാനം എൻ്റെ ധാമത്തിലേക്ക് സർവലോക നമസ്കൃതം. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഭഗവാൻ പറയാണ് എൻ്റെ ധാമത്തിലേക്ക് നീ എത്തിച്ചേരും. സർവ്വലോക നമസ്കൃതം, എല്ലാ ലോകങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന എൻ്റെ ധാമത്തിലേക്ക് എന്ന് പറയുമ്പോൾ വൈകുണ്ഠമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ വാസസ്ഥാനം വൈകുണ്ഠമാണെങ്കിലും അതുവരെ ഇപ്പം ധ്രുവൻ എത്തുന്ന കാലം വരെ ഈ ധ്രുവപദം എന്ന് പറയുന്ന ലോകത്ത് ആ കർമ്മങ്ങളെ, എല്ലാ നക്ഷത്രഗോളങ്ങളെയും ചുറ്റിത്തിരിയുന്ന സകലതിനെയും നിയന്ത്രിച്ച് നിർത്തിയിരുന്ന കേന്ദ്രബിന്ദുവായിട്ടിരുന്നത് ഭഗവാൻ ശ്രീഹരിയാണ്. മഹാവിഷ്ണുവാണ് ധ്രുവലോകത്ത് ഇരുന്ന് സർവ ഗ്രഹങ്ങളെയും താരങ്ങളെയും നക്ഷത്രങ്ങളെയും ഋഷീശ്വരന്മാരെയും നിയന്ത്രിച്ചു പോന്നിരുന്നത്. ഇനി ആ സ്ഥാനത്തേക്ക് 36,000 വർഷം കഴിയുമ്പോൾ ധ്രുവൻ എത്തിച്ചേരും. അപ്പോൾ ഭഗവാൻ ആ സ്ഥാനം ധ്രുവന് കൊടുക്കാൻ പോവുകയാണ്. അതാണ് ആ പറയുന്നത്. അതാണ് മത് സ്ഥാനം, എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഭഗവാന്റെ വൈകുണ്ഠം എന്ന വാസസ്ഥാനമല്ല. ധ്രുവലോകത്ത് അതുവരെ ഇരുന്ന സകലതിനെയെ നിയന്ത്രിച്ച ഭഗവാൻ ആ സ്ഥാനം, ആ ലോകം ഇനി ധ്രുവന് കൊടുക്കാൻ പോവാ. മനസ്സിലായോ? അതാണ് എൻ്റെ സ്ഥാനത്തിൽ നീ ഗന്ധാസി എത്തിച്ചേരും. ആ സ്ഥാനം ലോകവാസികളാലും ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥാനമാണ് ധ്രുവസ്ഥാനം. ഇതിൻ്റെ പ്രത്യേകത ഋഷിഭ്യഃ, ഋഷികൾ മഹർഷിമാർ വസിക്കുന്ന ലോകമുണ്ടല്ലോ അതിൻ്റെയും ഉപരിഷ്ടാത് മുകളിൽ നിൽക്കുന്ന ഈ ലോകത്ത് ത്വം നീ എത്തിച്ചേരും. യതഃ അവിടെ നിന്ന് പിന്നെ ആ സ്ഥാനത്ത് നിന്ന് ന ആവർത്തതേ ഗത പിന്നീട് നീ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഇല്ല ആവർത്തതേ ഗത തിരിച്ചൊരു വരവ് പിന്നെ നിനക്ക് ഉണ്ടാവില്ല. അതായത് ഭൂമിയിലേക്ക് പിന്നെ ഒരു ശരീരത്തിൽ സ്ഥൂല ശരീരം കൊണ്ട് ധ്രുവൻ വരില്ല. ഇതൊക്കെയാണ് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം. അപ്പോൾ 36,000 സംവത്സരം രാജ്യം ഭരിക്കും. എല്ലാ സുഖങ്ങളും പൂർണ്ണമായ തൃപ്തിയോടെ അനുഭവിക്കും. അവസാനം മരിക്കാറാവുമ്പോൾ മനസ്സിൽ എന്നെ സ്മരിക്കും. അതിൻ്റെ ഫലമായിട്ട് നീ എൻ്റെ സ്ഥാനമായിട്ടുള്ള ആ ഒരു ധ്രുവപദത്തിൽ എത്തിച്ചേരും. അത് സർവ്വലോകത്തിലെ വാസികളാലും ആരാധിക്കപ്പെടുന്ന ഒരു ലോകമാണ്. ഋഷിമാർ വസിക്കുന്ന ലോകത്തിൻ്റെയും ഉപരി അതിനും മുകളിൽ നിൽക്കുന്ന ഒരു ശ്രേഷ്ഠ ലോകമാണ് ധ്രുവലോകം. അവിടെ നിന്ന് പിന്നീട് നിനക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അത്രയും ശ്രേഷ്ഠ പദത്തിൽ നീ എത്തിച്ചേരുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. ശ്ലോകം 26 മൈത്രേയ ഉവാച. ഇത്രയും മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ് മൈത്രേയ ഉവാച ഇതി അർച്ചിതഃ സ ഭഗവൻ അതിദിശ്യ ആത്മനഃ പദം ബാലസ്യ പശ്യതഃ സ്വം അഗാത് ഗരുഡധ്വജഃ. മൈത്രേയ മഹർഷി പറയാണ് ഇതി അർച്ചിതഃ ഇപ്രകാരം ആരാധിക്കപ്പെട്ട സഹ ഭഗവാൻ ആ ഭഗവാൻ അതിദിശ്യ ആത്മനാ പദം ഭഗവാന്റെ ആത്മനാ പദം സ്വന്തം പദമായ ധ്രുവലോകം അതിദിശ്യ ധ്രുവന് നൽകി. ഇപ്രകാരം ധ്രുവനാൽ സ്തുതിക്കപ്പെട്ട അർച്ചിക്കപ്പെട്ട ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വന്തം ലോകമായ ധ്രുവലോകം അങ്ങനെ ധ്രുവന് നൽകി. അതിനുശേഷം ബാലസ്യ പശ്യതഃ ബാലനായിട്ടുള്ള ധ്രുവൻ പശ്യതഃ കാൺകെ നോക്കി നിൽക്കെ സ്വധാമം ഭഗവാൻ സ്വന്തം വാസസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് അഗാത് തിരിച്ചുപോയി. ഗരുഡധ്വജ എന്ന് പറഞ്ഞാൽ
ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള ആ ഭഗവാൻ അങ്ങനെ സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചുപോയി എന്നും. അപ്പോൾ ഇപ്രകാരം ധ്രുവനാൽ അർച്ചിക്കപ്പെട്ടു. ഭഗവാൻ സ്വന്തം ധാമമായ ധ്രുവലോകം തന്നെ ധ്രുവന് അനുഗ്രഹിച്ചു നൽകി. 36,000 വർഷങ്ങൾക്ക് ശേഷം നീ ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു പറഞ്ഞു. അങ്ങനെ ധ്രുവൻ നോക്കി നിൽക്കെ ഭഗവാൻ അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ഇനിയാണ് ഇവിടെ കാര്യം വരുന്നത് ശ്ലോകം 27. അപ്പം മൈത്രേയ മഹർഷി പറയാൻ കേട്ടോ. സഹ അഭി സങ്കൽപ്പജം വിഷ്ണോഃ പാദസേവ ഉപസാദിതം പ്രാപ്യ സങ്കൽപ്പനിർവാണം ന അതിപ്രീതഃ അഭ്യഗാത് പുരം സഹ അഭി. അങ്ങനെ ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ സഹ ആ ധ്രുവനാകട്ടെ വിഷ്ണോഹോ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദസേവ ഉപസാദിതം ആ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് ഉപസാദിതം നേടിയെടുത്ത സങ്കൽപ്പജം എല്ലാ ആഗ്രഹങ്ങളെയും നേടിയെടുത്തു. അപ്പോൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് ധ്രുവൻ നേടിയെടുത്തത് എന്താ? സങ്കല്പ നിർവ്വാണം എന്താ? എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം. അതാണ് സങ്കല്പ നിർവ്വാണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞപ്പോൾ കിട്ടിയ അനുഗ്രഹം ഭഗവാൻ എന്താ പറഞ്ഞത്? നീ എന്താഗ്രഹിച്ചാലും അത് നടക്കും. അതാണ്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം എന്ന അനുഗ്രഹം സങ്കൽപ്പജം അതൊരു അനുഗ്രഹമായിട്ട് പ്രാപ്യ നേടിയെടുത്തു അങ്ങനെ ധ്രുവൻ. പക്ഷേ ന അതിപ്രീതഃ ധ്രുവൻ പൂർണ്ണ സംതൃപ്തനായിരുന്നില്ല. അഭ്യഗാത് പുരം അങ്ങനെ സംതൃപ്തനാകാതെയാണ് സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചുപോയത് എന്ന്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, എന്താ ഇനി ഒരാൾക്ക് വേണ്ടേ അല്ലേ? 36,000 വർഷം ഭൂമി ഭരിക്കുന്ന രാജാവായിട്ടിരിക്കുക, ഒരു കുറവുമില്ലാതെ, ഇന്ദ്രിയങ്ങൾക്കൊന്നും ഒരു ക്ഷീണവുമില്ലാതെ, എല്ലാ ആഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട്. അപ്പോൾ ജീവിത സാക്ഷാത്കാരമായില്ലേ? ഇനി എന്താ വേണ്ടതിനപ്പുറം? അതും കഴിഞ്ഞ് പിന്നെ ധ്രുവലോകത്തിലേക്കാണ് എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു തിരിച്ചുവരവില്ല. ആ ധ്രുവപദത്തിൽ ഏറ്റവും ഉയർന്ന ആ പദത്തിൽ അങ്ങനെ വസിക്കുക. ഇതാണ് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം അല്ലേ? പക്ഷെ എന്നിട്ടും ധ്രുവൻ അവിടെ തൃപ്തി വന്നില്ല എന്നെന്ന്. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയെങ്കിലും ധ്രുവൻ എന്തോ ഒരു പൂർണ്ണതയില്ലാത്തതുപോലെ, ഒരു തൃപ്തി വരാത്തതുപോലെയാണ് സ്വന്തം രാജ്യത്തിലേക്ക്, ആ നഗരത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞു. അപ്പോൾ വിദുരർ ചോദിക്കുകയാണ്, സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ വരുന്ന ചോദ്യം, ഇത്രയൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ധ്രുവന സംതൃപ്തി വരാതിരുന്നത് എന്ന്. അപ്പോൾ അതാണ് വിദുരർ ചോദിക്കുന്നത് മൈത്രേയ മഹർഷിയോട്. വിദുര ഉവാച ശ്ലോകം 28 സുദുർലഭം യത് പരമം പദം ഹരേഹേ മായാവിനഃ തത് ചരണ അർച്ചന അർജിതം ലബ്ധ്വാ അഭി അസിദ്ധ അർത്ഥം ഇവ ഏകജന്മന കഥം സ്വം ആത്മാനം അമന്യത അർത്ഥവിത്. വിദുരർ ചോദിക്കുന്നത്, സുദുർലഭം അത്യധികം ദുർലഭമായിട്ടുള്ള യത് പരമപദം ഹരേഹേ ആ ഭഗവാൻ ശ്രീഹരിയുടെ പരമപദമായിട്ടുള്ള ധ്രുവലോകം മായാവിനഃ ഭഗവാന്റെ തന്നെ മായയിൽപ്പെട്ട് വിഷമിച്ച ധ്രുവൻ തത് ചരണ അർച്ചന അർജിതം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് ഭഗവാനെ ആരാധിച്ചപ്പോൾ ലബ്ധ്വ നേടിയെടുത്തു. അതൊക്കെ കിട്ടി ധ്രുവന്. ഏറ്റവും, അതായത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധ്രുവപദം ആർക്കും അതിനുള്ള യോഗ്യത കിട്ടിയിട്ടില്ല എന്ന്. അത്യധികം ദുർലഭമായിട്ടുള്ള ആ ധ്രുവപദം ഭഗവാന്റെ മായയിൽപ്പെട്ട് വിഷമിച്ച് നിന്നിരുന്ന ധ്രുവൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് ഭഗവാനെ അർച്ചിച്ചുകൊണ്ട് അത്രയും ഉയർന്ന പദം ലബ്ധ്വ അഭി നേടിയെടുത്തു. എങ്കിൽ പോലും അതും എടുത്തത് എങ്ങനെയാ? ഇവ ഏകജന്മന ഒരൊറ്റ ജന്മം കൊണ്ടാ. നമ്മൾ കണ്ടിട്ടുണ്ട്, സനകാദി മഹർഷിമാർ പോലും നിരവധി ജന്മങ്ങൾ എടുത്തിട്ടാണ് ആ ജീവൻ മുക്തരായിട്ടുള്ള സനകാദിമാരായിട്ട് ജനിച്ചത് എന്ന്. ഒരുപാട് ജന്മങ്ങളുടെ കർമ്മം കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ധ്രുവൻ ഒരൊറ്റ ജന്മം കൊണ്ട്, അതും വെറും 6 മാസത്തെ തപസ് കൊണ്ട്. അതാണ് പറയുന്നത്, ഇവ ഏകജന്മന ഒരൊറ്റ ജന്മം കൊണ്ട് അർത്ഥവിത് എന്താണോ അവൻ ആഗ്രഹിച്ച അർത്ഥങ്ങൾ, അർത്ഥം മീൻസ് പണം, ധനം, സൗഭാഗ്യം, എല്ലാ ഐശ്വര്യങ്ങളും, ആ അർത്ഥങ്ങളൊക്കെ അവൻ നേടിയെടുത്തു. ഇതൊക്കെ ലഭിച്ചുവെങ്കിൽ പോലും അസിദ്ധ അർത്ഥം എല്ലാ സൗഭാഗ്യം,
സിദ്ധിക്കാന്ന് വെച്ചാൽ നേടുക, അസിദ്ധം എന്ന് വെച്ചാൽ നേടിയില്ല. താൻ ആഗ്രഹിച്ച കിട്ടേണ്ടതായിട്ടുള്ള എന്തോ ഒരു അർത്ഥം നേടിയില്ല, സിദ്ധിച്ചില്ല എന്ന് ആത്മാനം ധ്രുവന്റെ സ്വന്തം ഹൃദയത്തിൽ അമന്യതേ അങ്ങനെ ഒരു ചിന്ത ധ്രുവന് അനുഭവപ്പെട്ടത് കഥം എന്തുകൊണ്ടാണ്, ആ പൂർണ്ണ സംതൃപ്തി ധ്രുവന് വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിദുരര് ചോദിക്കുകയാണ്. അപ്പം മൈത്രേയ മഹർഷി പറഞ്ഞു, ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ധ്രുവൻ എല്ലാം കിട്ടി, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, ജീവിത സാക്ഷാത്കാരവും ധ്രുവപദവും ഒക്കെ കൊടുത്തെങ്കിലും ധ്രുവൻ ഒരു പൂർണ്ണ സംതൃപ്തി വരാതെയാണ് സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു പോയതെന്ന്. അപ്പോൾ വിദുരര് ചോദിക്കുകയാണ്, നേടാൻ ഇത്രയധികം ബുദ്ധിമുട്ടുള്ള ഭഗവാന്റെ ആ പരമപദം ഇങ്ങനെ മായയിൽപ്പെട്ട് ദുഃഖിച്ച് കാട്ടിലേക്ക് ചെന്ന ധ്രുവൻ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണാഗതി അടഞ്ഞുകൊണ്ട് തപസ് ചെയ്ത് ഒരൊറ്റ ജന്മം കൊണ്ടാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ അവൻ സാധിച്ചെടുത്തത്. ഇതൊക്കെ കിട്ടിയെങ്കിൽ പോലും കിട്ടേണ്ട എന്തോ ഒന്നിനെ കിട്ടിയില്ലല്ലോ, അതാണ് അസിദ്ധ അർത്ഥം എന്ന് പറയുന്നത്. കിട്ടേണ്ട എന്തോ ഒന്ന് തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ധ്രുവന്റെ മനസ്സിൽ തോന്നാനുണ്ടായ കാരണം, അമന്യത എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫീൽ അനുഭവിക്കാനുള്ള കഥം എന്തുകൊണ്ടാണ് ധ്രുവൻ അങ്ങനെ തോന്നിയത് എന്ന് വിദുരര് ചോദിക്കുകയാണ്. അപ്പം മൈത്രേയ മഹർഷി ഉത്തരം പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ ധ്രുവൻ ആ ഒരു തൃപ്തി വരാതെ ഇരുന്നതിൻ്റെ കാരണം എന്തെന്നുള്ളത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ സാധിക്കുമോ? ഇത്രയും 2-3 ദിവസമായിട്ട് ധ്രുവൻ്റെ സംസാരം, ധ്രുവൻ്റെ മനസ്സ്, ആ ദുഃഖമൊക്കെ നമ്മളിങ്ങനെ കണ്ടു വരികയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇവിടെ ഭഗവാൻ ഭൂമിയിലെ ജീവിതത്തിലെ നിറവും കൊടുത്തു, ധ്രുവപദവും കൊടുത്തു, പക്ഷെ തൃപ്തി വന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? എന്താ ധ്രുവൻ ധർമ്മ അർത്ഥ കാമവരെ നിൽക്കും ഇതുവരെ. പക്ഷെ അതിന്റെ അടുത്തപടി മോക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, സത്യം. അതിൻ്റെ അപ്പുറത്തെ അവസ്ഥയെക്കുറിച്ച് ധ്രുവൻ ചിന്തിച്ചിട്ടില്ല, മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അശ്വതി എന്താ പറഞ്ഞേ? നിത്യമായിട്ട് ഭഗവാനിലേക്ക് ലയിക്കാനുള്ളൊരു ഇത് അല്ല അവിടെ ഒരു വരായിട്ട് കിട്ടിയത്. ശരിയായ പൂർണ്ണ മുക്തിയല്ല ധ്രുവന് കിട്ടിയത്. ധ്രുവപദമാണെങ്കിലും ഒരു കൽപ്പം, ഓരോ കൽപ്പം മാറി മാറി വരുമ്പോൾ മാറില്ല, അത് ശാശ്വതമാണ്. പക്ഷെ ബ്രഹ്മലോകം പോലും ബ്രഹ്മാവിൻ്റെ 100 വർഷത്തെ ആയുസ് കഴിയുമ്പോൾ അവസാനിക്കും എന്ന് പറയുമ്പോൾ ധ്രുവലോകത്തിന് ഒരു അവസാനം ഉണ്ട്. അപ്പം അത് പൂർണ്ണമായ മുക്തിയല്ല, 14 ലോകങ്ങളിൽ മായയിൽ പെട്ടുകൊണ്ടുള്ള അവസ്ഥ തന്നെയാണത്. പക്ഷെ ഇതൊന്നും ചിന്തിക്കാനുള്ളൊരു പ്രായം ധ്രുവനില്ലല്ലോ, അതും നമ്മൾ കാണണ്ടേ. 5 വയസ്സല്ലേ ഉള്ളൂ ധ്രുവന്. അപ്പം നമുക്ക് ഉത്തരം കേൾക്കാം. മൈത്രേയ മഹർഷി പറയുകയാണ്, ശ്ലോകം 29. മൈത്രേയ ഉവാച മാതുഹു സപത്ന്യ വാഗ്ബാണൈഹി ഹൃദി വിദ്ധ തു താൻ സ്മരൻ ന ഐശ്ചത് മുക്തിപദേഹേ മുക്തിം തസ്മാത് താപം ഉപേയിവാൻ. ഇവിടെ മൈത്രേയ മഹർഷി പറയാണ്, ധ്രുവൻ എന്ത് കാരണത്താലാണ് ആ കാട്ടിലേക്ക് തപസ് ചെയ്യാൻ വന്നത്? മാധു സപത്ന്യ, തൻ്റെ ചിറ്റമ്മയായ സുരുചി പറഞ്ഞ വാഗ്ബാണേ, വാക്കുകളാകുന്ന ബാണങ്ങളാൽ ഹൃദി വിധ, ഹൃദയം മുറിഞ്ഞ വേദനയോടുകൂടി തു താൻ സ്മരൻ, അത് മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ധ്രുവൻ തപസ് ചെയ്യാൻ തുടങ്ങിയത്. ഭഗവാനെ കണ്ടപ്പോൾ പരിഭ്രമിച്ചിട്ട് ആഗ്രഹമൊന്നും പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ ആദ്യം പറഞ്ഞ വാക്കെന്താ? നിൻ്റെ ഉള്ളിൽ ഞാൻ അറിയുന്നു എന്നാണ്. അപ്പോൾ ധ്രുവൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും ധ്രുവൻ്റെ ഉള്ളിൽ ഭഗവാനെ ഇത്ര കഠിനമായ വ്രതമെടുത്ത് ഭഗവാനെ പ്രസന്നനാക്കാനൊക്കെയുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ചിറ്റമ്മ പറഞ്ഞ വാക്കുകൊണ്ട് ഏറ്റ അഭിമാനക്ഷതം. അഭിമാനത്തിനാണ്, മാനാഭിമാന ചിന്ത ക്ഷത്രിയനല്ലേ, അപ്പം നല്ലോണം ഉണ്ട് 5 വയസ്സാണെങ്കിലും. ആ അഭിമാനത്തിനേറ്റ ക്ഷതം. എൻ്റെ പുത്രനായി ജനിക്കാൻ വേണ്ടി പോയി തപസ് ചെയ്യാനാണ് പറഞ്ഞേ, എന്നാലേ നീ ഈ രാജ്യത്തിൻ്റെ രാജാവും നിൻ്റെ പിതാവിൻ്റെ മടിയിലിരിക്കാനുള്ള യോഗ്യതയും നേടുള്ളൂ എന്ന്. അപ്പം ചിറ്റമ്മ പറഞ്ഞ ഈ 2 യോഗ്യതകളുടെയും അപ്പുറത്തെ ഉയർന്ന അവസ്ഥയിലേക്ക് എനിക്ക് എത്തണമെന്നുള്ള ഒരു വാശിയായിരുന്നു ധ്രുവന്. ചെറിയ കുഞ്ഞല്ലേ, വാശി കെട്ടി കഴിഞ്ഞാൽ
കൂടിപ്പോവും. അപ്പോൾ ചിറ്റമ്മ പറഞ്ഞ അവസ്ഥയില്ലേ, അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള അർഹത, ഈ രാജ്യത്തിൻ്റെ സിംഹാസനത്തിലിരിക്കാനുള്ള അർഹത, ഇതിൻ്റെ രണ്ടിൻ്റെയും ഉയർന്ന ചിറ്റമ്മേനെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾ ആസ് യൂഷ്വൽ എല്ലാവരും അങ്ങനെയല്ലേ, നമ്മൾ ആരെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ വളരണം എന്നാണ് പിന്നെ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന വാശി. ഇത് തന്നെയാണ് ധ്രുവനും സംഭവിച്ചത്. അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ, അവരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ, അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനത്തിലേക്ക് എത്തണം. ആ വാശിപ്പുറത്താണ് ധ്രുവൻ ഇത്രയും വലിയ കഠിന തപസ് ചെയ്തത്. പക്ഷെ ഭഗവാനെ കണ്ടപ്പോൾ പരിഭ്രമിച്ചിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഭഗവാന്റെ മുന്നിൽ ഒന്നും മറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എന്ത് യാഥാർത്ഥ്യത. ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിലെ ഓരോ ചെറിയ വിചാരങ്ങളെയും ഭഗവാൻ അറിയുന്നുണ്ട് എന്നുള്ള എൻ്റെ യാഥാർത്ഥ്യം. കാരണം പുറത്തല്ല ഇരിക്കുന്നത് ഭഗവാൻ, ആരാ? ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മാരാമനാ. അപ്പോൾ ഈ മനസ്സും ഈ ശരീരവും ഈ ബുദ്ധിയും പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന ആളാ, പുറത്തല്ല ഇരിക്കുന്നത്. അപ്പോൾ സാക്ഷിഭാവത്തിൽ ഇതിനെയൊക്കെ ഇങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, എൻ്റെ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ആളാ, ഇത് എൻ്റെ ശരീരമാണ്, ആ ആളാണ് ഉടമ. അപ്പോൾ ആ ആളിരുന്നിട്ട് എൻ്റെ ഈ ശരീരത്തെ, ഈ മനസ്സിൻ്റെ ബുദ്ധിയുടെ ചലനങ്ങളെ, പ്രവർത്തനങ്ങളെ ഇങ്ങനെ സാക്ഷിയായി വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭഗവാനോട്, ആ ആളെ ഒരു ശരീരരൂപത്തിൽ മഹാവിഷ്ണുവായിട്ടോ മഹാദേവനായിട്ടോ ബ്രഹ്മാവായിട്ടോ നമ്മൾ മുന്നിൽ കാണുക. ആ ആളെ ഒരു ശരീരരൂപത്തിൽ, അത്രയേ ഉള്ളൂ. ആ ആളുടെ യഥാർത്ഥ സ്ഥാനം നമ്മുടെ ഉള്ള, ആ ആളെ ഒരു ശരീരമായിട്ട് നമ്മൾ പുറമേ കാണുന്നു, ഒരു ബാഹ്യമായിട്ട് പുറത്ത് നമ്മൾ കാണുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ആൾക്കറിയാം ഈ ചലനം എന്താണെന്ന്. ആ വാശിയാണ് അഭിമാനത്തിനേറ്റ ക്ഷതമാണ്. ആ വാശിയാണ് ധ്രുവരെ അത്രയും വലിയ കഠിന തപസ്സിന് കൊണ്ടേ എത്തിച്ചത്. ആ അഭിമാനവും വാശിയും ഉണ്ടാകുന്നത് ഏത് ചിന്തയിൽ നിന്നായിരിക്കും? ദ്വൈതഭാവത്തിൽ നിന്ന്, അല്ലേ? അദ്വൈതത്തിൽ വാശിയും വട്ടവും ഇല്ല. ദ്വൈതത്തിൽ നിന്ന്, അതായത് ഞാൻ വേറെ നീ വേറെ, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന, ഞാൻ വേറെ ചിറ്റമ്മ വേറെ, ചിറ്റമ്മയുടെ മകനായ ഉത്തമൻ വേറെ, ഞാൻ വേറെ, ഈ ഒരു ഞാൻ വേറെ ഇവരൊക്കെ വേറെ എന്നുള്ള ദ്വൈതത്തിൽ നിന്നുമാണ് അവരെന്നെ അപമാനിച്ചു. അപ്പോഴാണ് മാനവും അഭിമാനമൊക്കെ ഉണരുക, ഈ ദ്വൈതത്തിൽ, ഈ ഈഗോയിൽ നിന്നും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും എന്നെ അപമാനിച്ചു, ഹൃദയം മുറിഞ്ഞു, ഈ ദുഃഖം, സന്തോഷം, ഇതൊക്കെ ഈ വേരിയേഷൻസ് ഒക്കെ ഈ ദ്വൈതത്തിലല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ധ്രുവൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഒന്ന് നമുക്ക് പുറകിലോട്ട് പോവാം. അങ്ങനെ ധ്രുവൻ സങ്കടപ്പെട്ട് ആ വാശിയോടും ആ ദേഷ്യത്തോടും കൂടി ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം കണ്ടത് ആര്യ? കാട്ടിലേക്ക് പോകുമ്പോൾ നാരദ മഹർഷി ആദ്യം ധ്രുവന് ഉപദേശിച്ചു കൊടുത്തത് എന്താ? ധ്രുവനെ ഈ ഒരു പ്രവർത്തനത്തിന്, ഈ ഒരു കാട്ടിലേക്കുള്ള പോക്ക് ആദ്യം നാരദ മഹർഷി തടയാനാണ് ശ്രമിച്ചത്, അല്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്? ഇതൊന്നും അല്ല നീ ചെയ്യേണ്ടത്. നീ കൊച്ചുകുട്ടിയല്ലേ, ചിറ്റമ്മ പറയണ കാര്യങ്ങളെ ഒന്നും നീ ഇത്ര വലിയ കാര്യമായിട്ട്, ഇത്ര വലിയ അഭിമാനക്ഷതമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ അനുഭവിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ, സുഖം തരുന്നതും നമ്മളെ ദുഃഖിപ്പിക്കുന്നതും ഉണ്ടാവും. ഇത് മാറി മറിഞ്ഞു വരുന്നതാണല്ലോ ജീവിതം. ഇതിനെ രണ്ടിനെയും ഒരേ രീതിയിൽ മനസ്സുകൊണ്ട് എടുക്കാൻ കഴിയുന്ന മനസ്സ്. ഭഗവത്ഗീതയിൽ പറയുന്നൊരു വാക്കുണ്ട്, തിദീക്ഷാഭാവം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് മനസ്സിൻ്റെ തിദീക്ഷാഭാവം, അല്ലെങ്കിൽ സമചിത്തത, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ. ഇതാണ് ധ്രുവൻ മകനെ ആദ്യം ഉണ്ടാക്കേണ്ടത്. അത് നിനക്ക് കാട്ടിപ്പോയി തപസ് ചെയ്താൽ കിട്ടില്ല. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിത സാഹചര്യം, വീട്, കൊട്ടാരം എന്തോ ആയിക്കോട്ടെ, ആ സാഹചര്യത്തിൽ നമ്മൾ എവിടെ ജനിച്ചു, അത് നമ്മുടെ കർമ്മപ്രാരാബ്ധം. ആ ജനിച്ച സ്ഥലത്ത് നമ്മളിലേക്ക് പ്രകൃതിദത്തമായി വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെ ബാലൻസ് ചെയ്ത് മനസ്സുകൊണ്ട്, സന്തോഷമുള്ളതുണ്ടാവും ദുഃഖമുള്ളതും ഉണ്ടാവും, എല്ലാവരുടെയും, ആർക്കും സന്തോഷം മാത്രവും ദുഃഖം മാത്രവും ഇല്ല. അപ്പോൾ ഇതിങ്ങനെ മിക്സായി വരുമ്പോൾ ഇതിൽ വിഷമിക്കുകയും സന്തോഷിക്കുകയും, അതിനനുസരിച്ച് താളം തെറ്റി നിൽക്കുന്ന മനസ്സാവാതെ രണ്ടും എൻ്റെ കഴിവുകൊണ്ടോ കഴിവുകേടുകൊണ്ടോ അല്ല, ഈശ്വര നിശ്ചയത്താൽ സംഭവിക്കുന്ന, പ്രകൃതി നിശ്ചയത്താൽ, പ്രകൃതിയുടെ ഇച്ഛയാണ് സംഭവിക്കുന്നത്, എൻ്റെ ഇച്ഛയല്ല. ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് പ്രകൃതി നിശ്ചയമാണെങ്കിൽ മാത്രമേ അതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ, എൻ്റെ ഇച്ഛയല്ല. അപ്പോൾ ആ ഇച്ഛ എന്താണോ അതിനെ ഒരേ ഭാവത്തോടെ തരണം ചെയ്ത് കിടക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. നിന്നെ ആര് ചീത്ത പറഞ്ഞാലും, നിന്നെ നല്ലത് പറഞ്ഞാലും നീ അതിനെ
സമചിത്തതയോടെ തരണം ചെയ്യണം മകനെ എന്നാണ് നാരദ മഹർഷി. അതാണ് നീ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ചിറ്റമ്മ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്കും നീ ഇറങ്ങിപ്പോയി കാട്ടിപ്പോയി തപസ് ചെയ്യല്ല, അങ്ങനെയല്ല നീ ചെയ്യേണ്ടത്. നീ കൊട്ടാരത്തിൽ തന്നെ ജീവിക്കുക, എന്നിട്ട് സുഖ ദുഃഖങ്ങളെ ബാലൻസ് ചെയ്ത് തരണം ചെയ്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് നീ ജീവിക്കുകയാണ് വേണ്ടത് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ധ്രുവൻ എന്താ മറുപടി പറഞ്ഞത്? അങ്ങ് പറയുന്ന ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഉൾക്കൊള്ളാനേ പറ്റണില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ചിറ്റമ്മ പറഞ്ഞ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് കീറി മുറിഞ്ഞ വേദനയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നത്. അത് ശമിക്കണമെങ്കിൽ എനിക്ക് ചിറ്റമ്മ പോലും അവരെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എനിക്ക് എത്തിച്ചേരണം. ആ ആഗ്രഹം, ആ വാശി, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വാശിയുടെ ആ ആഗ്രഹത്തിൽ എത്രമാത്രം കാഠിന്യം ഉണ്ടാവുന്നതിലേക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കടുത്ത തപസ് ധ്രുവൻ അനുഷ്ഠിച്ചത്. ഇവിടെ ഭഗവാൻ കൊടുത്ത അനുഗ്രഹം നോക്കി നോക്കൂ. 36,000 വർഷം ഭൂമിയിൽ രാജാവായി ജീവിക്കുക. അത് കഴിഞ്ഞിട്ട് ധ്രുവപദത്തിലേക്ക് ഉയരും എന്നാണ് പറഞ്ഞത്. ഭഗവാൻ എന്തേ നേരിട്ട് മകനെ നിന്നെ ഞാനിതാ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാതിരുന്നു ധ്രുവനെ. തിരിച്ചു 36,000 വർഷം ആ കാലയളവ് ആലോചിച്ച് നോക്കൂ. കുറച്ചെങ്ങാനാണോ? ഇത്രയും വർഷം ധ്രുവൻ ഭൂമിയിൽ രാജാവായി ജീവിച്ച് ആ രാജ്യം ഭരിക്കുമ്പോൾ ഒരുപാട് സുഖദുഃഖങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ധ്രുവൻ്റെ മനസ്സ് സമചിത്തതയിൽ അല്ലെങ്കിൽ ആ ബാലൻസ്ഡ് ആകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമാണ് ഭഗവാൻ ധ്രുവപദത്തിലേക്കുള്ള സ്ഥാനം അവിടെ ഒഴിഞ്ഞു വെച്ചത്. മനസ്സിലായ? അപ്പോൾ ഭഗവാനോട് ധ്രുവൻ ആഗ്രഹം പറഞ്ഞില്ല. പക്ഷെ ഭഗവാൻ അറിയാം ധ്രുവൻ്റെ മനസ്സ് ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന്. ആ 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ തലം ഏതാണെന്ന് ഭഗവാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നേരിട്ട് അങ്ങോട്ട് ഒരു ധ്രുവപദമോ മുക്തിയോ ഭഗവാൻ കൊടുക്കില്ല. ഏറ്റവും വലിയ മുക്തിക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതം ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കുക തന്നെയാണ്. അതാണ് നാരദ മഹർഷി അന്ന് പറഞ്ഞു കൊടുത്തത്. നീ എവിടേക്കും പോണ്ട, നിനക്ക് മുക്തിയും അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനം എത്തണമെങ്കിൽ നീ നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്ത് ഒരേ ഭാവത്തോടെ തരണം ചെയ്ത് ജീവിക്കുകയാണ് നീ ചെയ്യേണ്ടത്. അതാണ് നിൻ്റെ പരീക്ഷ. ആ പരീക്ഷ ഭഗവാൻ തരുന്ന പരീക്ഷ. ആ പരീക്ഷയിൽ നീ മാർക്ക് മേടിച്ച് പാസ്സാവും. നല്ല മാർക്ക് മേടിച്ച് പാസ്സായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് ഉയരണമെങ്കിൽ നീ ഈ സുഖദുഃഖങ്ങളെ തിദീക്ഷാഭാവത്തോടെ തരണം ചെയ്യണം. ഇതാണ് ഭഗവാന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിനെ ഇങ്ങനെ തരണം ചെയ്യാന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഉത്തരം. അങ്ങനെയാണ് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള യോഗ്യത സമ്പാദിക്കാൻ പറ്റുള്ളൂ. ആ മുക്തിക്കുള്ള യോഗ്യത സമ്പാദിക്കാൻ പറ്റുള്ളൂ. മുക്തി എന്ന് പറയുന്നത് തന്നെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മനസ്സുകൊണ്ടുള്ള മുക്തിയാണ് ഏറ്റവും വലുത്, ഏറ്റവും ആദ്യ സ്റ്റെപ്പ് മുക്തിയുടെ. അതോടുകൂടി ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ഒരു ജന്മത്തിൻ്റെ ആവശ്യമില്ല. സ്ഥൂലം പിന്നെ വിട്ടു, പിന്നെ സൂക്ഷ്മ ശരീരമായിട്ട് ഊർധ്വലോകങ്ങളിലായിരിക്കും. ആ അവസ്ഥയിൽ ധ്രുവൻ എത്താത്തത് കൊണ്ടാണ് ഭഗവാൻ വളരെ ഭംഗിയായിട്ട് 36,000 വർഷം ഭൂമിയിൽ ജീവിച്ച് രാജ്യം ഭരിക്കാൻ പറഞ്ഞിട്ട് വിട്ടത്. അത് അത്രയ്ക്കുള്ള പാകതയെ മനസ്സിന് എത്തിയിട്ടുള്ളൂ. അദ്വൈതത്തിൽ നിന്നും ധ്രുവൻ്റെ മനസ്സ് അദ്വൈതത്തിലേക്ക് പോയിട്ടില്ല എന്ന് ഭഗവാൻ അറിയാം. അതിൻ്റെ തലം എവിടെയാണ് നിൽക്കണേന്ന്. ആ വാശിപ്പുറത്തുള്ള തപസ്സിലാണ് എന്നെ പ്രസാദിപ്പിച്ചത്. പക്ഷേ ധ്രുവൻ്റെ മനസ്സ് അദ്വൈതത്തിലേക്ക് വളർന്നിട്ടില്ല. ഇപ്പോഴും വാശി, അഹങ്കാരം, അഹം എന്നുവെച്ചാൽ ഞാൻ എനിക്ക് എന്നെ വേദനിപ്പിച്ചു, അവർ എന്നെ വേദനിപ്പിച്ചു എന്നൊക്കെയുള്ള, അപ്പോൾ ഇവർ ഞാൻ വേറെ നീ വേറെ ഈശ്വരൻ വേറെ എന്നൊക്കെയുള്ള ഭേദചിന്ത നല്ലോണം ഉണ്ട്. ഈ ഭേദചിന്ത ഉള്ളവർക്ക് വസിക്കാനുള്ള ലോകമാണ് ഭൂമി, അതില്ലാത്തവരുടെ ലോകമാണ് ഊർധ്വലോകങ്ങൾ. അതുകൊണ്ടാണ് 36,000 വർഷം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തത് ഭൂമിയിൽ. അതാണ് കാണുന്നത്. തൻ്റെ ചിറ്റമ്മയായ സുരുചി പറഞ്ഞ വാക്കുകളാകുന്ന ബാണങ്ങൾ കൊണ്ട് ഹൃദയം മുറിഞ്ഞ് താൻ അതിനെ സ്മരിച്ചുകൊണ്ടാണ് ധ്രുവൻ ധ്യാനം ചെയ്തത്, തപസ് ചെയ്തത്. അതുകൊണ്ട് ആഗ്രഹം പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള അനുഗ്രഹവും കൊടുത്തു. അപ്പോൾ പറയാണ്, ഞാൻ ഐച്ഛത്, ഞാൻ ആഗ്രഹിച്ചില്ല, മുക്തിപദേ, മുക്തി നൽകുന്ന ഭഗവാന്റെ കയ്യിൽ നിന്നും ആ മുക്തിയെ ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. തസ്മാത് താപം ഉപേയുവാൻ, അതാണ് ധ്രുവൻ്റെ ദുഃഖത്തിന് കാരണം. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചപ്പോൾ ധ്രുവൻ ഹാപ്പി ആയിരുന്നു. ഭഗവാൻ അപ്രത്യക്ഷനായതോടുകൂടി ധ്രുവന് ആകെ ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ വന്നു. ഈ തൃപ്തിയില്ലായ്കയും നമ്മൾ പറയില്ലേ, അമ്പലത്തിൽ പോയി നിന്ന് തൊഴുന്ന സമയത്ത് ഭയങ്കര മനസ്സുഖ,
മനസ്സിങ്ങനെ ഭയങ്കര ശാന്തതയിലെത്തുക, നല്ലൊരു മനസ്സിന് സുഖവും ശാന്തിയും സമാധാനവും അനുഭവിക്കുക. ആ പടിയെ കടന്ന് വീട്ടിലേക്ക് എത്തിയോടുകൂടി സ്വസ്ഥതയൊക്കെ പോയി. അത് അമ്പലത്തിൻ്റെ കുഴപ്പം, വീടിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. അതായത് നമ്മൾ ദ്വൈതത്തിൽ നിന്ന് പോന്നിട്ടില്ല. ആ അമ്പലത്തിലുള്ള ആളെ വീട്ടിലും കണ്ടു നോക്കിയേ, വീട് തന്നെയാണ് അമ്പലം, ശരീരമാണ് അമ്പലം, വീട് തന്നെയാണ് അമ്പലം. സർവ്വചരാചരങ്ങളിലും ആ ക്ഷേത്രത്തിലിരിക്കുന്ന ആളെ നമ്മൾ കാണുകയാണെങ്കിൽ ക്ഷേത്രത്തിനകത്തും വീടിനകത്തും നമുക്ക് ഒരേ തലത്തിൽ ശാന്തിയും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ദ്വൈതത്തിലാണ്. ക്ഷേത്രത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു, എൻ്റെ വീട്ടിൽ ഈശ്വരനില്ല. ഇവിടെ അസ്വസ്ഥതകൾ, വിഷമങ്ങൾ. ആര് നമ്മളോട് അസ്വസ്ഥത പറഞ്ഞോട്ടെ, ആര് നമ്മളോട് എന്ത് വേണമെങ്കിലും ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞോട്ടെ, ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മൾ അവഗണിച്ചോട്ടെ, ആ വാക്കുകളാകുന്ന ശബ്ദം എവിടുന്നുണ്ടായേ? ഏറ്റവും ആദ്യത്തെ ഓംകാരത്തിൽ നിന്നുമാണ് എല്ലാ ശബ്ദങ്ങളും ഉണ്ടായത്. ആ ഓംകാരമാണ് ഭഗവാന്റെ ഏറ്റവും ആദ്യത്തെ രൂപം അല്ലേ? ഒരു ശബ്ദരൂപത്തിലല്ലേ ഭഗവാൻ ആദ്യം വന്നേ? അത് ഓംകാര. അപ്പോൾ എല്ലാ ശബ്ദങ്ങളും എല്ലാ ശബ്ദങ്ങളിലും ഭഗവാനെ കേൾക്കുക, എല്ലാ രൂപങ്ങളിലും ഭഗവാനെ കാണുക, എല്ലാ സ്പർശങ്ങളിലും ഭഗവാനെ അനുഭവിക്കുക. ആ സ്പർശം വേദനയുള്ളതും മാർദ്ദവമുള്ളതും ആയിരിക്കാം, അത് നമ്മളുടെ വ്യത്യാസമാണ്. വേദനയിലും മാർദ്ദവത്തിലും ഭഗവാനെ അനുഭവിക്കുക. ജയിച്ചാലും തോറ്റാലും ഭഗവാനെ കാണുക, നേടിയാലും നഷ്ടപ്പെട്ടാലും ഭഗവാനെ കാണുക, അസുഖം വന്നാലും ആരോഗ്യം ഉണ്ടെങ്കിലും അതിലും ഭഗവാനെ കാണുക. ഇതാണ് അദ്വൈതം. അദ്വൈതത്തെ ശരിക്കും മനസ്സിലാക്കണം. അതൊരു അവയർനെസ്സാണ്, ഉള്ളുകൊണ്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ ദ്വൈതം നിറഞ്ഞ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ എല്ലാം ദ്വൈതമാണ് അല്ലേ? ആ ദ്വൈതത്തിൽ ഒരു മാന്യമര്യാദയുണ്ട്, ഒരു ധാർമ്മിക മൂല്യമുണ്ട്. അത് പാലിച്ച് നമ്മൾ ജീവിക്കുന്നു. കൊടുക്കേണ്ട ബഹുമാന്യവും മര്യാദയും ശാസനയും എല്ലാം കൊടുത്ത് വേണ്ട വിധത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ദ്വൈതമാകുന്ന ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിലെ അകക്കണ്ണുകൊണ്ടുള്ള കാഴ്ചപ്പാട് സകലത്തിലും അദ്വൈതത്തെ കണ്ടുകൊണ്ടായിരിക്കണം. അത് ധ്രുവൻ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ചിറ്റമ്മോട് ദേഷ്യം, ചിറ്റമ്മയുടെ മകനോട് ദേഷ്യം, സഹോദരനോട് ദേഷ്യം, അച്ഛനോട് ദേഷ്യം, ഈ വാശി. അത് ആ മനസ്സിൻ്റെ തല അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് ഭഗവാന് മനസ്സിലായതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. ഭഗവാൻ അവിടെ നിന്ന് മറിഞ്ഞതോടുകൂടി ആ സന്തോഷം പോയി ധ്രുവൻ്റെ. പിന്നെ ധ്രുവൻ വേണ്ടതെന്തോ കിട്ടിയില്ലാത്ത പോലെ, ഒരു പൂർണ്ണ സംതൃപ്തി വരാത്ത പോലെ ഒരു ഫീല് വരാൻ തുടങ്ങി. അപ്പോഴാണ് ധ്രുവൻ ആലോചിക്കുന്നത്, എന്താണ് എനിക്കൊരു പൂർണ്ണ സന്തോഷം കിട്ടാഞ്ഞെന്ന്. അപ്പോൾ വിദുരർ ചോദിച്ച ചോദ്യത്തിന് മൈത്രേയ മഹർഷി ഉത്തരം പറഞ്ഞു, ഇതാണ് മുക്തി തരാൻ കഴിവുള്ള ഭഗവാനെ മുന്നിൽ കണ്ടിട്ട് മുക്തിയെ ഞാൻ ചോദിച്ചതുമില്ല, മനസ്സിൽ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഭഗവാൻ അതറിഞ്ഞു തന്നേനെ. അതും മനസ്സിൽ ഞാൻ ചിന്തിച്ചതുപോലുമില്ല ആ മുക്തിയെക്കുറിച്ച് എന്ന് ധ്രുവന് മനസ്സിലായപ്പോഴാണ് ആ സങ്കടം വന്നത് എന്ന്, ആ ഒരു തൃപ്തി വരാതിരുന്നത് എന്ന് മൈത്രേയ മഹർഷി പറയാണ്. ഇനി ശ്ലോകം 30 ധ്രുവ ഉവാച, അതായത് മൈത്രേയ മഹർഷി വിദുരരോട് പറയാണ് ധ്രുവന്റെ മനസ്സിലെ ചിന്തകളെ. അതാണ് ധ്രുവ ഉവാച. ധ്രുവന്റെ മനസ്സ് പറയുന്ന ഓരോ ചിന്തകൾ അത് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ധ്രുവൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. അതാണ് ധ്രുവ ഉവാച. സമാധിന ന ഏകഭാവേന യത് പദം വിദുഃ സനന്ദാദയ ഊർധ്വരേതസ മാസൈഹി അഹം ഷഡ്ഭി അമൂഷ്യ പദയോഃ ഛായാം ഉപേത്യ അപഗത പ്രദങ്മതിഃ. സമാധിന, യോഗസമാധി അവസ്ഥയിൽ, ഏകഭാവേന എന്ന് വെച്ചാൽ ഒരേ ഒരു ജന്മത്തിലല്ലാതെ നിരവധി ജന്മങ്ങൾ എടുത്തുകൊണ്ട് യത് പദം, ആ ഭഗവാന്റെ പരമപദത്തെ, വിദുഹു അറിഞ്ഞത് ആര്? സനന്ദാദയ, സനന്ദൻ മുതലായ സനകാദി മഹർഷിമാർ, ഊർധ്വരേതസ നിത്യബ്രഹ്മ, രേതസ്സിനെ മുകളിലോട്ട് ഉയർത്തിയവരാണ് ആ വീര്യത്തെ. അപ്പോൾ നിത്യബ്രഹ്മചാരികളായിട്ടുള്ള സനകാദി മഹർഷിമാർ ഏകഭാവേന, ഏകം, അപ്പോൾ ഒരു മാസം ഒരു ജന്മം കൊണ്ടല്ല, നിരവധി ജന്മങ്ങൾ കൊണ്ട് എടുത്ത യോഗ സമാധിന, ആ സമാധി അവസ്ഥയിൽ ലയിച്ചാണ് യത് പദം വിദു, ആ ഭഗവാന്റെ പരമപദത്തെ അറിഞ്ഞത്. മനസ്സിലായ? ആ തൃപ്പാദങ്ങളെ, ആ പരമപദത്തെ അവർ അറിഞ്ഞത്. ആ പരമപദം അതാണ് അമൂഷ്യ പദയോഹോ, അങ്ങനെയുള്ള ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ അഹം, ഞാൻ, ഷഡ്ഭി മാസൈഹി 6 മാസം കൊണ്ട് ഛായാം
നേടിയെടുത്തു. അവർ നിരവധി ജന്മങ്ങൾ കൊണ്ടാണ് സനകാദി മഹർഷിമാർ നേടിയെടുത്തത്. അത്രയും ശ്രേഷ്ഠമായ അമൂല്യമായ ഭഗവാന്റെ തൃപ്പാദ ചരണം ആ ശരണാഗതി അടഞ്ഞ ഞാൻ വെറും 6 മാസം കൊണ്ടാണ് അത് നേടിയെടുത്തത്. എന്നിട്ട് പോലും ഉപേദ്യ അപഗത പ്രതങ്മതി, അതായത് ഉപേദ്യ എന്ന് വെച്ചാൽ നേടിയെടുക്കുക, അത് നേടിയെടുത്തിട്ട് പോലും അപഗത എന്ന് വെച്ചാൽ താഴേക്ക് വീഴുക, പ്രതങ്മതി എന്ന് വെച്ചാൽ വെവ്വേറെ ചിന്ത കൊണ്ട്, അതായത് ഭേദചിന്തയിൽ നിൽക്കുന്ന ബുദ്ധി കൊണ്ട് ഞാൻ ഇതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അപ്പം ഇത്രയ്ക്കും സനകാദി മഹർഷിമാർ നിരവധി ജന്മങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഭഗവാന്റെ ആ പരമപദം അത് 6 മാസത്തെ തപസ്സുകൊണ്ട് ഞാൻ നേടിയെടുത്തു. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ ഉള്ളിൽ ഭേദചിന്ത പോയിട്ടില്ല എന്ന് ധ്രുവൻ തിരിച്ചറിഞ്ഞു. മനസ്സിലായ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെയെങ്കിലും ധ്രുവനോട് ഇത് പറഞ്ഞു കൊടുത്തിട്ടാണോ? ധ്രുവ, നിന്റെ ഉള്ളിൽ ഭേദചിന്ത പോയിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞിട്ടാണോ ഇത് മനസ്സിലാക്കിയത്? അല്ല. അതിനെയാണ് സ്വയം മനനം ചെയ്യുക എന്ന് പറയുന്നത്. ചിന്തിക്കണം, ചിന്തിച്ചാലേ വളരുള്ളൂ. ചിന്തിച്ചില്ലെങ്കിൽ വളരേയില്ല. നമ്മൾ ചിന്തിച്ച് നമ്മൾ മനനം ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പം ധ്രുവന് ഇത് മനസ്സിലാക്കാൻ പറ്റിയത് ധ്രുവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഉള്ളിലെ ഭേദചിന്ത പോയിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സന്തോഷം, പരിഭ്രമം, ഭഗവാൻ പോയപ്പോൾ ദുഃഖം. അപ്പം 2 അവസ്ഥയെ ധ്രുവൻ അനുഭവിച്ചു. അപ്പം ഭഗവാൻ തൻ്റെ കൺമുന്നിൽ ആ ശരീരരൂപത്തിൽ നിന്നും അപ്രത്യക്ഷമായപ്പോൾ ഈ കാണുന്ന ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ധ്രുവന് ഭഗവാനെ കാണാൻ പറ്റണില്ല. മനസ്സിലായ? തൻ്റെ മുന്നിലെ മഹാവിഷ്ണു രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ധ്രുവൻ ഭഗവാനെ കണ്ടു. പക്ഷേ ആ രൂപം പോയപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, അതേ ഭഗവാനെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ധ്രുവന് കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ആ ഭേദചിന്ത ഇപ്പോഴും അവൻ നിൽക്കുന്നത് ആ ദ്വൈതത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാന്റെ പരമപദം നേടിയെടുത്തിട്ടും ഞാൻ ഇപ്പോഴും അസംതൃപ്തനായി നിൽക്കുന്നത്. എൻ്റെ ഉള്ളിലെ ഭേദചിന്ത, ആ ദ്വൈത ചിന്ത ഇപ്പോഴും പോയിട്ടില്ല. അതാണ് ഭഗവാനെ കണ്ടപ്പോൾ സന്തോഷം, ഭഗവാൻ പോയപ്പോൾ ദുഃഖം. ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ സന്തോഷം, ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദുഃഖം. അതൊക്കെ ആ വേരിയേഷൻസ് മനസ്സിന് വരുന്നത് ദ്വൈതത്തിൽ നിന്നുമാണ് എന്ന് ധ്രുവന് മനസ്സിലായി. പക്ഷെ ധ്രുവന് മനസ്സിലാക്കണേറ്റവും മുന്നേ തന്നെ ഭഗവാന് മനസ്സിലായി. അതുകൊണ്ടാണ് ഭഗവാൻ ആ 36,000 വർഷം ധ്രുവന് കൊടുത്തത്, എക്സ്പീരിയൻസ് ചെയ്യാൻ ലൈഫിനെ. അപ്പം ജീവിച്ച് സുഖദുഃഖങ്ങൾ, ഭരണം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ സുഖങ്ങൾ, ഗുണദോഷങ്ങളൊക്കെ അനുഭവിച്ച് ഈ ഭൂമിയിലെ ജീവിതത്തെ അനുഭവിച്ച് മനസ്സ് പാകപ്പെടട്ടെ, ബാലൻസ്ഡ് ആവട്ടെ, എന്നിട്ട് ധ്രുവപദത്തിലേക്ക് എത്താം എന്ന് ഭഗവാന് മനസ്സിലായതുകൊണ്ട് ഭഗവാൻ അങ്ങനെ കൊടുത്തു. പക്ഷേ ധ്രുവൻ്റെ ആ ഭേദചിന്ത ഇപ്പോഴാണ് മനസ്സിലായത്. ശ്ലോകം 31 അഹോ ബദ മമ അനാത്മ്യം മന്ദഭാഗ്യസ്യ പശ്യത ഭവച്ഛിദഃ പാദമൂലം ഗത്വാ അയാജേ യത് അന്തവത്. അഹോബദ, അയ്യോ കഷ്ടം തന്നെയാണെന്ന് ധ്രുവൻ സ്വയം പറയാ. കഷ്ടം തന്നെയാണ് ഇത്. മമ അനാത്മ്യം പശ്യത, എൻ്റെ അറിവ് കുറവ് നിങ്ങളൊക്കെ കണ്ടുവോ എന്ന് സ്വയം ഇങ്ങനെ പറയാണ് ധ്രുവൻ. എൻ്റെ അറിവ് കുറവ്, എൻ്റെ അജ്ഞത കണ്ടില്ലേ? മന്ദഭാഗ്യസ്യ, ഞാൻ ഒരു ഭാഗ്യമില്ലാത്തവനാണെന്ന്. ആരെയും പറയണേന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ കയ്യിൽ നിന്ന് ജീവിത സാക്ഷാത്കാരം, അതായത് ഭൂമിയിലെ എല്ലാ നിറവോടും കൂടി ജീവിക്കാൻ എന്താഗ്രഹിച്ചാലും സാധിക്കുന്ന അനുഗ്രഹം കിട്ടി. ഏറ്റവും ശ്രേഷ്ഠമായ ഭഗവാൻ ഇരുന്നിരുന്ന ധ്രുവപദവും കിട്ടി. എന്നിട്ട് ധ്രുവൻ പറയുകയാണ്, ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്, എൻ്റെ അറിവില്ലായ്മ നിങ്ങളൊക്കെ കാണുന്നില്ലേ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്താൽ ഭവച്ഛിദഃ, ഈ ഭവച്ഛിദഃ എന്ന് വെച്ചാൽ ഈ ലോക ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെ തരണം ചെയ്യാനുള്ള, നമുക്ക് ആശ്രയിക്കാനുള്ള ഒരേ ഒരു ആശ്രയസ്ഥാനം ആ ഭഗവാനാ. അങ്ങനെയുള്ള പാദമൂലം ഗത്വ, ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ കണ്ടിട്ടും അറിഞ്ഞിട്ടും പ്രാപിച്ചിട്ടും ഞാൻ ഞാൻ യാചിച്ചത് അന്തവത്ത്, നശ്വരമായി നശിച്ചു പോകുന്ന ഈ ഭൗതിക സുഖങ്ങളെയാണല്ലോ ഞാൻ യാചിക്കാന്ന് വെച്ചാൽ ധ്രുവൻ ചോദിച്ചില്ല, പക്ഷെ മനസ്സിലതായിരുന്നല്ലോ ഏറ്റവും ഉയർന്ന സ്ഥാനം. എല്ലാവരെയും എന്താ പറയുക, അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തണമെന്നായിരുന്നു മനസ്സിൽ ചിന്ത. അപ്പോൾ ഭഗവാനെ ഈ സംസാരസാഗരം മറികടക്കാൻ ശരണാഗതി അടയേണ്ട ഭഗവാന്റെ തൃപ്പാദങ്ങളെ കണ്ടു.
തപസ്സുകൊണ്ട് നേടിയെടുത്തു. പക്ഷേ എന്നിട്ട് പോലും ആ സാഗരത്തെ മറികടക്കാനുള്ള സംസാര സാഗരത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല ടൂൾ എന്താണ്? ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, മനസ്സിനെ സമചിത്തതയിൽ നിർത്തുക. സംസാരത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരാണ് ചിന്തിച്ചു കൂട്ടുന്നത്? മനസ്സല്ലേ. ഇതിനെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത് മനസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സംസാര സാഗരം എന്ന് വിളിക്കുന്നത്. അതിനെ തരണം ചെയ്യാൻ മനസ്സടങ്ങുക തന്നെ നിവൃത്തിയുള്ളൂ, വേറൊന്നുമില്ല. അപ്പം മനസ്സടങ്ങലാണ് അതിൻ്റെ പോംവഴി. പക്ഷെ അത് ധ്രുവന് മനസ്സിലായില്ല. സംസാര സാഗരത്തെ മറികടക്കാനുള്ള പാതാരവിന്ദം ഭഗവാന്റെ തൃപ്പാദങ്ങളാണ്. അതിനെ പ്രാപിച്ചു. അപ്പൊ ചോദിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് ചോദിക്കാതെ മനസ്സിലെ ആഗ്രഹം ഏറ്റവും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന സ്ഥാനം കിട്ടണമെന്ന ഭൗതിക മോഹങ്ങളാണ് ഞാൻ യാചിച്ചത്, കഷ്ടം തന്നെയാണ് എൻ്റെ അറിവില്ലായ്മ എന്ന് ധ്രുവൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ധ്രുവന് ആ ദുഃഖം വന്നത് അവിടെ നിന്ന് ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ. ശ്ലോകം 32. മതിഹി വിദൂഷിത ദേവൈഹി പദദ്ഭിഹി അസഹിഷ്ണുഭിഹി യഹ യോ നാരദവചഃ തത്യം ന അഗ്രാഹിഷം അസത്തമഃ മതിഹി വിദൂഷിത. ഇവിടെയും ധ്രുവൻ പറയുന്നത് കേൾക്കൂട്ടാ. എൻ്റെ ബുദ്ധി മലിനമായി ഇന്ന് ദേവന്മാരാൽ പദദ്ഭി അസഹിഷ്ണുഭി. ഭഗവാൻ എനിക്ക് ധ്രുവപദം അനുഗ്രഹിച്ചു നൽകിയപ്പോൾ എൻ്റെ ആ പദദ്ഭി, എൻ്റെ ആ ഉയർന്ന പദം കണ്ട് അസഹിഷ്ണുഭി, സഹിക്കാൻ പറ്റാതെ അസൂയ തോന്നിയ ദേവന്മാർ എൻ്റെ ബുദ്ധിയെ ചിലപ്പോൾ മലിനമാക്കിയിട്ടുണ്ടാവും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബുദ്ധിയെ, മനസ്സിനെ, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഓരോന്നിനെയും, ദിക്കുകളെ ഒക്കെ നിയന്ത്രിക്കുന്ന ദേവന്മാരുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനും നിയന്ത്രിത ദേവന്മാരുണ്ട്. അപ്പോൾ എനിക്ക് ഭഗവാൻ ഇത്രയും വലിയൊരു ഉയർന്ന പദം തന്നപ്പോൾ, ദേവന്മാരുടെ ലോകത്തെക്കാളും ഉയർന്ന ലോകമാണ്. അപ്പോൾ അതിൽ അസൂയ തോന്നിയിട്ട് ദേവന്മാർ ചിലപ്പോൾ എൻ്റെ ബുദ്ധിയെ മലിനമാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ഭഗവാനോട് മോക്ഷം ചോദിക്കാൻ തോന്നാതിരുന്നത്. ഞാൻ അങ്ങനെ അങ്ങോട്ട് മോക്ഷത്തിലേക്ക് പോകണ്ട എന്ന് ദേവന്മാർക്ക് എന്നോട് കുശുമ്പ് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവരെൻ്റെ മനസ്സിനെ തിരിപ്പിച്ചു. എനിക്ക് മോക്ഷത്തെക്കുറിച്ച് ചോദിക്കാൻ തോന്നിച്ചില്ല. അപ്പോഴും ധ്രുവൻ കുറ്റം ആരുടെ തലയിൽ കൊണ്ടുവച്ചു? ദേവന്മാരുടെ തലയിൽ കൊണ്ടുവച്ചു കേട്ടോ. എന്നിട്ട് പറയാണ് യഹ, ഏതൊരു നാരദവചഃ തത്യം, ആ നാരദ മഹർഷി എന്നോട് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് ധ്രുവൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. അഗ്രാഹിഷം, ഞാൻ അത് സ്വീകരിച്ചില്ല. അസത്തമഃ, സത്തായിട്ടുള്ളതിനെ ഒന്നും ആഗ്രഹിക്കാത്ത, അസത്തായിട്ടുള്ളതിനെ ആഗ്രഹിച്ച ഈ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ നാരദ മഹർഷി എന്നോട് പറഞ്ഞു, മനസ്സിൻ്റെ സമചിത്തതയാണ് മകനെ. വിഷമം വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നതല്ല ആത്മീയത. ആ സാഹചര്യത്തിൽ അതെൻ്റെ കർമ്മപ്രാരാബ്ധമാണെന്ന് മനസ്സിലാക്കി അതിനെ ജീവിച്ച് സുഖമായ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിന്ദിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും രണ്ടിലും ഈശ്വരാംശത്തെ കണ്ടുകൊണ്ട് സമചിത്തതയോടെ അതിനെ തരണം ചെയ്ത് കടക്കുകയാണ് നീ ആദ്യം വേണ്ടത് എന്ന് നാരദ മഹർഷി എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ സ്വീകരിച്ചില്ല. അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല, എനിക്കിപ്പോൾ വാശി ജയിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അതാണിപ്പോൾ പറയുന്നത് ആ നാരദവചഃ തത്യം. നാരദ മഹർഷി എന്നോട് പറഞ്ഞത് സത്യമായിരുന്നു, എൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് ഞാൻ സ്വീകരിച്ചില്ല. അസത്തായിട്ടുള്ള ഭൗതിക കാര്യങ്ങളിൽ എൻ്റെ മനസ്സ് പെട്ടുപോയി. അതിന് കാരണം ദേവന്മാർക്ക് എന്നോട് കുശുമ്പ് തോന്നിയിട്ടായിരിക്കാം, അവരെൻ്റെ മനസ്സിനെ തിരിപ്പിച്ചതായിരിക്കാം എന്ന്. അപ്പോഴും ധ്രുവൻ ദേവന്മാർ തിരിപ്പിച്ചു, എൻ്റെ മനസ്സ് തിരിഞ്ഞു എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ദ്വൈതം ഇപ്പോഴും പോയിട്ടില്ല എന്ന് ധ്രുവൻ്റെ ഓരോ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്ലോകം 33. ദൈവീം മായാം ഉപാശ്രിത്യ പ്രസുപ്ത ഇവ ഭിന്നദൃക് തപ്യേ ദ്വിതീയേ അഭി അസതി ഭ്രാതൃവ്യ ഹൃദ്രുജ. ദൈവീം മായ, ഭഗവാന്റെ ആ മായാശക്തിയെ ഉപാശ്രിത്യ, അതിൽ ആശ്രയിച്ച്, അതിൽ പെട്ടിട്ട് പ്രസുപ്ത ഇവ, ഒരു ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവനെ പോലെ ഭിന്നദൃക്, ഞാൻ ഭേദഭാവത്തോടുകൂടി എല്ലാത്തിനെയും കണ്ടു. ഭഗവാന്റെ ആ മായയിൽ പെട്ടിട്ട് ഒരു ഉറങ്ങിക്കെടുക്കുന്നവൻ സ്വപ്നം കാണുന്നത് യാഥാർത്ഥ്യത്തിലുള്ള കാര്യമല്ല എന്നതുപോലെ യാഥാർത്ഥ്യമായതിനെ മറച്ചുകൊണ്ട് ഞാൻ ആ ഭഗവാന്റെ മായയിൽപ്പെട്ട് എല്ലാത്തിനെയും ഭേദചിന്തയോടെ കണ്ടു. അങ്ങനെ ദ്വിതീയേ അഭി, രണ്ട് എന്നത്, ദ്വിതീയം ദ്വൈതം എന്നത് അസതി
വെറും ഒരു തോന്നൽ മാത്രമാണ്, യഥാർത്ഥമല്ല. ഈ പ്രപഞ്ചത്തിൽ ഈ കാണുന്ന വ്യത്യാസങ്ങളിലുള്ള എല്ലാം ഇത് ഉണ്ട് എന്നത് തോന്നൽ മാത്രമാണ്, യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അങ്ങനെ ഭ്രാതൃ, എൻ്റെ സഹോദരനായ ഉത്തമനെ ഭ്രാതൃവ്യ, ഒരു ശത്രുവായിട്ട് കണ്ട് ഹൃദരുജ, അതുമൂലം മനസ്സിൽ ഇങ്ങനെ സ്വന്തം സഹോദരനെ ശത്രുവിനെ പോലെ കണ്ട് ഇങ്ങനെ മനസ്സിലൊരു വൈരാഗ്യം ഉണ്ടാക്കിയിട്ട് തപ്യേ, സ്വയം ദുഃഖിക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ തന്നെയാണ് ആ സഹോദരൻ തന്നെയാണ് ഞാൻ എന്ന് ചിന്തിച്ചില്ല. അവൻ ആ സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അതിലും സന്തോഷം കാണാൻ ചിന്തിച്ചില്ല. എൻ്റെ സഹോദരനെ ഉത്തമനെ ഞാനൊരു ശത്രുവിനെ പോലെ കണ്ട് അവനോടുള്ള വൈരാഗ്യം മനസ്സിൽ അങ്ങനെ പെരുകിയിട്ട് ആരാ വിഷമിച്ചത്? ഞാൻ തന്നെ സ്വയം ദുഃഖിച്ചു, കൊട്ടാരം വിട്ടിറങ്ങി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഭഗവാന്റെ മായയിൽ, ഭഗവാന്റെ ആ മായാശക്തിയിൽ പെട്ടിട്ട് യാഥാർത്ഥ്യം തിരിച്ചറിയാതെ, പരമസത്യം എന്തെന്ന് മനസ്സിലാക്കാതെ ഞാനിങ്ങനെ ഒരു ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവനെ പോലെ സ്വന്തം സഹോദരനെ, രണ്ടില്ല, ദ്വൈതം എന്നത് യഥാർത്ഥത്തിലില്ല, പക്ഷേ എന്നിട്ടും ആ ദ്വൈതത്തിൽപ്പെട്ട് സ്വന്തം സഹോദരനെ ഒരു ശത്രുവിനെ പോലെ കണ്ട് സ്വയം ദുഃഖിക്കുകയാണ് ഞാൻ ഇത്രയും നാൾ ചെയ്തത്. അവരോടൊക്കെ ഒരു വൈരാഗ്യം വെച്ചു പുലർത്തുകയാണ് ഞാൻ ചെയ്തത് എന്ന് ധ്രുവൻ ഇപ്പം ചിന്തിക്കുന്നു. ശ്ലോകം 34. മായാ ഏതത് പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സ ഇവ ഗത ആയുഷി പ്രസാദ്യ ജഗദാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവച്ഛിതം അയാജേ അഹം ഭവം ഭാഗ്യവിവർജിതഃ. മായാ ഏതത്, മായ അല്ല, മയാ ഏതത്, മയാ എന്നാൽ ഏതത്, ഞാൻ എൻ്റെ ഉള്ളിലുണ്ടായ ഈ ആഗ്രഹങ്ങളും ചിന്തകളൊക്കെ പ്രാർത്ഥിക്കപ്പെട്ടു. ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഉള്ളിലെ ഈ ചിന്തകളൊക്കെ സാധിച്ചു തരണേ എന്നുള്ളതായിരുന്നു എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത്. യഥാർത്ഥത്തിൽ അത് ഗതാ ആയുഷി, ആയുസ് നഷ്ടപ്പെട്ടവന് ചികിത്സ കൊടുക്കുന്നത് എന്നതുപോലെ വ്യർത്ഥം, പ്രയോജനരഹിതമായ കാര്യങ്ങളായിരുന്നു. മരിച്ചു കിടക്കണ ഒരാൾക്ക് ചികിത്സ കൊടുത്തിട്ട് എന്താ കാര്യമല്ലേ? ഒരു കാര്യമില്ല, പ്രയോജനരഹിതമാണ്. അപ്പോൾ ആയുസ് നഷ്ടപ്പെട്ടവന് ചികിത്സ കൊടുക്കുക എന്നതുപോലെ പ്രയോജനരഹിതമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തത്. ഏറ്റവും വലിയ മുക്തിയെ തരാൻ കഴിവുള്ള ഭഗവാനെ കണ്ടിട്ട് ഭൗതിക സുഖങ്ങളാണ് മനസ്സുകൊണ്ട് ഞാൻ ഭഗവാനോട് ചോദിച്ചത്. അതായിരുന്നു ഒരു പ്രയോജനരഹിതമായ കാര്യം. എത്രയും തരാൻ കഴിവുള്ള ഭഗവാനെയാണ് ഞാൻ ഇത്രയും വലിയ കഠിനവ്രത തപസ്സെടുത്തിട്ട് പ്രത്യക്ഷപ്പെടുത്തിയത്. എന്നിട്ട് മനസ്സിൽ ആഗ്രഹിച്ചതും ചോദിച്ചതും മുഴുവൻ ചോദിച്ചില്ല, മനസ്സുകൊണ്ട് ചോദിച്ചതും മുഴുവൻ, ആഗ്രഹിച്ചതും മുഴുവൻ ഈ മറ്റുള്ളവരെ, ഉത്തമനെയും ചിറ്റമ്മയെയും അസൂയപ്പെടുത്തുന്ന സ്ഥാനങ്ങൾ കിട്ടണം എന്നുള്ളതായിരുന്നു മനസ്സിലെ ആഗ്രഹം. അത് വലിയൊരു തെറ്റായി പോയി. ജഗദാത്മനം, ഈ ലോകത്തിൻ്റെ ആത്മാവായിട്ടുള്ള ദുഷ്പ്രസാദം, പ്രസാദിപ്പിക്കാൻ അത്യധികം പ്രയാസമേറിയ ഭവച്ഛിതം, ജനന മരണ ശൃംഖലയെ ഛേദിക്കാൻ കഴിവുള്ള, അതായത് കർമ്മപ്രാരാബ്ദങ്ങളെ വരെ ഇല്ലാതാക്കാൻ കഴിവുള്ള ആ ഭഗവാനെ തപസാ പ്രസാദ്യ, കഠിന തപസ്സുകൊണ്ട് ഞാൻ പ്രസാദിപ്പിച്ചു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്? ഭാഗ്യവിവർജിത, ഭാഗ്യമില്ലാത്തവനായ ഈ ഞാൻ, അഹം ഞാൻ, ഭവം എന്ന് വെച്ചാൽ ഭൗതികമായ സുഖങ്ങളെ യാചിച്ചു എന്ന്. അപ്പോൾ എന്നാൽ ഞാൻ എൻ്റെ വെറും ഭൗതിക വിഷചിന്തകളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ആയുസ് നഷ്ടപ്പെട്ടവന് ചികിത്സ കൊടുക്കുന്ന പോലെ പ്രയോജനമില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. ജഗത്തിൻ്റെ ആത്മാവും പ്രസാദിപ്പിക്കാൻ അത്യധികം ബുദ്ധിമുട്ടുള്ളവനുമായിട്ടുള്ള ആ ജനന മരണ ചക്രത്തിൽ നിന്നും ഒരുവനെ മോചിപ്പിക്കുന്നവനുമായ ആ ഭഗവാനെ കഠിന തപസ്സെടുത്ത് ഞാൻ പ്രസാദിപ്പിച്ചു. പക്ഷെ ഭാഗ്യമില്ലാത്തവനായിപ്പോയി ഞാൻ. കാരണം ആ ഭഗവാനെ മുന്നിൽ കണ്ടിട്ടും മുക്തിയെ, എനിക്ക് ഭഗവാനിലേക്ക് ലയിക്കണമെന്ന് ഞാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചില്ല. അത് നമുക്ക് ഭഗവാന്റെ മുന്നിൽ മറയ്ക്കാൻ പറ്റില്ല, വാക്കുകൊണ്ട് പറഞ്ഞാലൊന്നും പറ്റില്ല. നമ്മുടെ ഉള്ളിൽ കറക്റ്റായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതറിയാൻ പറ്റും.
അത് ആഗ്രഹിക്കുന്നില്ല, പുറമേക്ക് പറയുന്നുള്ളൂ, ഉള്ളിൽ വേറെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ അതും ഭഗവാൻ മറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതാ. കാരണം ആ മനസ്സിൻ്റെ ചലനത്തെ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഭഗവാൻ ഉള്ളിൽ. അപ്പോൾ അതാണ് ഭഗവാനെ മറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ആ ഭഗവാനെ അടുത്ത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചോദിച്ചത് മുഴുവൻ ഭൗതിക സുഖങ്ങളാണല്ലോ, തെറ്റുപറ്റിപ്പോയി എന്ന് ധ്രുവന് അതാണ് ധ്രുവന് ആ ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു സംതൃപ്തി, കിട്ടേണ്ടത് കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ വന്നത്. ശ്ലോകം 35. സ്വരാജ്യം യച്ഛതഃ മൗഢ്യാത് മാനഃ മേ ഭിക്ഷിതോ ബദ ഈശ്വരാത് ക്ഷീണപുണ്യേന ഫലീകാരാൻ ഇവ അധനഃ. എന്തൊരു ഉദാഹരണം പറയണേന്നൊക്കെ. സ്വരാജ്യം, ഭഗവാന്റെ പരമപദം തന്നെ, യച്ഛതഃ നൽകുവാൻ മനസ്സുള്ള ഭഗവാൻ, മൗഢ്യാത് ആ ഭഗവാനെ മുന്നിൽ കണ്ടിട്ട് മൗഢ്യാത് വിഡ്ഢിയായ ഞാൻ, മാനഹ ഭൗതികമായ മാനാഭിമാനങ്ങളെ ആഗ്രഹിച്ച്, മേ ഞാൻ, ഭിക്ഷതഃ ചോദിച്ചു, ബദ കഷ്ടം തന്നെ. ഭഗവാന്റെ പരമപദത്തെ തന്നെ ഒരു ഭക്തന് നൽകാൻ തയ്യാറായി നിൽക്കണം ഭഗവാൻ മുന്നിൽ കിട്ടിയിട്ട് പോലും ഞാൻ എൻ്റെ മാനാഭിമാന ചിന്ത മൂലം, എനിക്ക് അവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കണം എന്നുള്ള ചിന്ത മൂലം അങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങളെയാണ് ഞാൻ ഭഗവാനോട് ചോദിച്ചത്, കഷ്ടമായി പോയി. എന്നിട്ട് പറയാണ്, ഈശ്വരാത് ഒരു വലിയ ചക്രവർത്തിയുടെ മുന്നിലേക്ക്, അധനഹ ധനമില്ലാത്ത ഒരു ദരിദ്രൻ, ക്ഷീണപുണ്യേന അവൻ്റെ പുണ്യം ക്ഷീണിക്കുമ്പോഴാണല്ലോ ദരിദ്രനായിട്ട് പോവുക. പുണ്യം നിറഞ്ഞേക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കും. പുണ്യം ക്ഷീണിക്കുമ്പോൾ, പുണ്യം കുറയുമ്പോൾ ദരിദ്രനാവും. അപ്പോൾ ആ പുണ്യം ക്ഷീണിച്ച് ദരിദ്രനായ ഒരു പാവപ്പെട്ടവൻ ആ ഈ ഭൂമിയുടെ ചക്രവർത്തിയായിട്ടുള്ള ഒരു രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഫലീകാരാൻ എന്ന് വെച്ചാൽ കുറച്ച് ഒരു ദിവസം കഞ്ഞി വയ്ക്കാനുള്ള നുറുക്കരി തരുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണതെന്ന്. ഒരു ഉദാഹരണം ധ്രുവന് തോന്നിയതാ. പുണ്യമൊക്കെ ക്ഷീണിച്ച് കയ്യിൽ പൈസയൊന്നുമില്ലാത്ത ഒരു ദരിദ്രനായിട്ടുള്ള ഒരാൾ ഒരു മഹാചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇന്ന് എനിക്ക് കഞ്ഞി കുടിക്കാൻ കുറച്ച് കുത്തരി തരുമോ, അരിമണി തരുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഞാൻ ചെയ്തത് എന്ന്. അതായത് ആ ചക്രവർത്തിക്ക് ഇന്നത്തെ ഭക്ഷണമല്ല, അവൻ്റെ ജീവിതകാലം മുഴുവനും അവന് കഴിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. അത്രയും വലിയ മഹാചക്രവർത്തിയാണ്. അവന് ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ വേണ്ട അവസ്ഥ, അവന് ഭൂമി, സ്ഥലം, വീട്, ജോലി എല്ലാം കൊടുക്കാൻ കഴിവുള്ള ചക്രവർത്തിയാണ്. എന്നിട്ട് ആ ചക്രവർത്തിയുടെ അടുത്ത് ചെന്നിട്ട് ഈ ദരിദ്രൻ ചോദിക്കുകയാണ്, ഇന്ന് കഞ്ഞി കുടിക്കാനുള്ള കുറച്ച് അരിമണി തരുമോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു വിഡ്ഢിത്താണ് ഞാൻ കാണിച്ചത്. മോക്ഷം നൽകാൻ കഴിവുള്ള ആ ഭഗവാനെ ഇത്ര കഠിന വ്രതെടുത്ത് പ്രസാദിപ്പിച്ച് മുന്നിൽ കിട്ടിയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം മറയ്ക്കാൻ കഴിയാതെ ഭഗവാൻ അത് മനസ്സിലാക്കി. അവരെ തോൽപ്പിക്കണമെന്ന ചിന്ത, അവർക്കു മേലെ സ്ഥാനം കിട്ടണമെന്നൊരു ചിന്ത, അത് തന്നെയാണ് ഭഗവാൻ എനിക്ക് തന്നതും. പക്ഷേ ഞാൻ അതായിരുന്നില്ല ചോദിക്കേണ്ടത്. എനിക്കിതൊന്നും വേണ്ട ഭഗവാനെ, രാജ്യവും വേണ്ട, അത് ഉത്തമൻ എടുത്തോട്ടെ, സുരുചി എന്ന ചിറ്റമ്മ എന്താണ് ആഗ്രഹിച്ചത് അതൊക്കെ സാധിച്ചോട്ടെ, എനിക്ക് അങ്ങയെ മാത്രം മതി എന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. എൻ്റെ ആഗ്രഹം ഭഗവാൻ അറിഞ്ഞു. അപ്പം ഞാൻ ചെയ്തത് വലിയൊരു വിഡ്ഢിത്തരമായി പോയി. അതാണ് ധ്രുവൻ്റെ ദുഃഖത്തിന് കാരണമായത്. ശ്ലോകം 36 തൊട്ട് നമുക്ക് നാളെ എടുക്കാം.